ഫാത്തിമ. അതാ മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. മലക്കുകൾ വരുന്നു ഫാത്തിമ, അതിഥികൾ വരുന്നു ഫാത്തിമ, അതിഥികൾ വരുന്നു ഫാത്തിമ. അതുകൊണ്ട് വാതിലടയ്ക്ക് ഫാത്തിമ, റൂമിന് പുറത്തിറങ്ങു ഫാത്തിമ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട ഭാര്യ റൂമിന്റെ വെളിയിൽ ഇറക്കുകയാണ്, വാതിലടയ്ക്കാൻ പറയുകയാണ്. അങ്ങനെ മഹദി അതാ പുറത്തിറങ്ങി വാതിലടച്ചു. കുറച്ചു സമയം കഴിയുമ്പോ ഒളിഞ്ഞു നോക്കുകയാ. ആരാധന്റെ ഭർത്താവിനെ കാണാൻ വരുന്നത്. ഫാത്തിമ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുകയാ, അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാണ്, അസ്റായിലിനോട് സലാം പറയുകയാണ്. അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാ. ഭാര്യ ഇങ്ങനെ നോക്കുകയാണ്, സലാം പറയുന്നടോ, അസ്റായിലിനോട് സലാം പറയുന്നടോ. അതാ മർഹബ പറയുകയാണ്, ക്ഷണിക്കുകയാണ്. അതാ കുറച്ചു കഴിയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഖുർആൻ ഓതുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അവിടുന്ന് ഖുർആൻ ഓതുകയാ. ഏതായത്താ ഓതിയതെന്നറിയുമോ? തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ അസ്റായിലിനോട് സലാം പറഞ്ഞിട്ട് അവിടുന്ന് പാരായണം ചെയ്യുകയാ. തിൽകദ്ദാറുൽ ആഖിറതു നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്, മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഓതുകയാണ്. അത് കഴിയുമ്പോ പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. സഹാദത്ത് കരിമ പറയുകയാണ്, സഹാദത്ത് കരിമ പറയുകയാണ്. ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ അനക്കമില്ലടോ, അനക്കമില്ലടോ. ഭർത്താവിന്റെ റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, റൂം മുഴുവനും സുഗന്ധമാണ്, റൂം മുഴുവനും സുഗന്ധമാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാ. പടച്ചവനെ മരണവാർത്ത പടരുകയാണ്, മരണവാർത്ത പടരുകയാണ്. മരണ വീട്ടിൽ വരുന്നവര് ഒന്നേ പറയുന്നുള്ളൂ, അതാ അസ്റായിലിനോട് സലാം പറഞ്ഞു, ഖുർആനിലെ ആയത്തോതി സഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത്. ശരീരത്തിന് വല്ലാത്ത സുഗന്ധമാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസയതാ അവിടുന്ന് കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, പള്ളിയിലേക്ക് കൊണ്ടുപോയി. മയ്യത്ത് നമസ്കാരം കഴിഞ്ഞ് കബറടക്കുകയാണ്. എല്ലാവരും ചോദിക്കുന്നു, എന്തൊരു സുഗന്ധമാ, എന്തൊരു സുഗന്ധമാ. പടച്ചവനെ മയ്യത്ത് നിസ്കരിക്കാൻ വന്നവര് മുഴുവനും പറയുകയാണ്, ഖുർആൻ ഓതിയിട്ടാണ് മരിച്ചത്, അസ്റായിലിനോട് സലാം പറഞ്ഞില്ലേ, അവിടുന്ന് സഹാദത്ത് കലിമ പറഞ്ഞിട്ടാണ് മരിച്ചത്. എന്തൊരു മരണമാ, എന്തൊരു മരണമാ, നല്ല മരണമാ. മയ്യത്ത് കാണാൻ വന്നവര് മുഴുവനും പറയുകയാണ്, അങ്ങനെ എന്ത് ചെയ്തെന്നറിയുവോ? എല്ലാവരും കൂടെ നേരെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാ. ഖബറടക്കിയിട്ട് ജനങ്ങൾ മുഴുവനും അതുപോലെ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിൽ ചെന്നു. എന്നിട്ട് വിളിക്കുന്നു, ഫാത്തിമ, നീ
സങ്കടത്തിലാണെന്നറിയാം ഫാത്തിമ. നിന്റെ ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമ. നീ ഇദ്ദയിലാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമ. പിന്നെ എന്തിനാണ് ഞങ്ങൾ വന്നതെന്നറിയുവോ? നിന്റെ ഭർത്താവ് മരിച്ചപ്പോ അസ്റായിലിനോട് സലാം പറഞ്ഞല്ലോ, ഖുർആനിലെ ആയത്തോതിയല്ലോ, വൽആഖിബത്തു ലിൽ മുത്തഖീൻ. ഈ ആയത്തോതിയല്ലോ, ശഹാദത്ത് കലിമ വിളിച്ചു പറഞ്ഞല്ലോ. ശരീരം മുഴുവനും വല്ലാത്ത സുഗന്ധമായിരുന്നു ഫാത്തിമ. ഞങ്ങൾക്കറിയാ നീ സങ്കടത്തിലാണെന്ന് ഞങ്ങൾക്കറിയാ ഫാത്തിമ. ഒന്ന് പറഞ്ഞു തരുമോ ഫാത്തിമ? നിന്റെ ഭർത്താവിന് അല്ലാഹു ഇങ്ങനെ ഒരു മരണം കൊടുക്കാറ്, നിന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാറ്. എന്ത് നന്മയാ ചെയ്തത്, എന്ത് നന്മയാ ചെയ്തത്. ഞങ്ങൾക്കും ഇതുപോലെ ഒരു മരണം വേണം ഫാത്തിമ. ഞങ്ങൾക്കും ഇതുപോലെ ഒരു നല്ല മരണം വേണം ഫാത്തിമ. അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മ എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ പ്രിയപ്പെട്ട ഭാര്യയോട് ചോദിക്കുമ്പോ ഫാത്തിമ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? മാകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അക്സറിൽ ലിന്നാസ് സലാത്തൻ വലാ സിയാമാ. ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന ആളായിരുന്നെന്നോ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിക്കുന്ന ആളായിരുന്നെന്നോ എന്നൊന്നും ഞാൻ പറയില്ല. എന്റെ ഭർത്താവ് നിങ്ങളെ പോലെ ഒരു മനുഷ്യനായിരുന്നു. ഒരുപാട് നിസ്കരിക്കുമെന്നോ നോമ്പ് പിടിക്കുമെന്നോ നന്മ ചെയ്യുമെന്നോ ഒന്നും ഞാൻ പറയുകയില്ല. പക്ഷേ എന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാനുള്ള കാരണം എന്തെന്നറിയുമോ? ലാകിന വല്ലാഹി അതാ മഹാമഹദി പറയുകയാ, മാ റഅയ്തുഹു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ പറയുകയാണ്, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. കേൾക്കടോ ഭർത്താക്കന്മാര്, നെളിഞ്ഞിരിക്കുന്ന എന്റെ പെണ്ണ് കെട്ടിയ ഭർത്താക്കന്മാര് കേൾക്കണേ. ഒരു ഭാര്യ അതാ ഭർത്താവിന്റെ ജനാസ ഖബറടക്കിയിട്ട് തിരിച്ചു വന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ ഭർത്താവിന് അല്ലാഹു നല്ല മരണം കൊടുക്കാനുള്ള കാരണം എന്തെന്ന് ചോദിക്കുമ്പോ ആ മഹദി പറയുകയാ, അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെ, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള വേറൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ ഭർത്താവ് അല്ലാഹുവിനെ പേടിയുള്ളവരാ, എന്റെ ഭർത്താവ് അല്ലാഹുവിനെ പേടിയുള്ളവരാ. എന്റെ ഭർത്താവ് ആരെന്നറിയോ? എന്റെ ഭർത്താവ് ആരെന്നറിയുമോ? റുബമായദുകുറുല്ലാഹ ഫില്ലൈൽ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയുകയാണ്, ഒരു ദിവസം ഞങ്ങൾ കിടപ്പറയിൽ ഇരിക്കുമ്പോ ഞാൻ അല്ലാഹ് എന്ന് പറഞ്ഞു, ഞാൻ അല്ലാഹ് എന്ന് പറഞ്ഞു. അല്ലാഹുടെ പേര് പറയുമ്പോ, അല്ലാഹുടെ പേര് പറയുമ്പോ ഖബറല്ല, നരകമല്ല, പരലോകമല്ല, സിറാത്തല്ല, അല്ലാഹ് എന്ന് പറഞ്ഞപ്പോ സുമ്മ യബ്ഖീ, എന്റെ ഭർത്താവിരുന്ന് കരയുകയാ. ഹത്താ യുസ്ബിഹാ, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ വെളുപ്പാകാലം വരെ കിടപ്പറയിൽ ഇരുന്നിട്ട് എന്റെ ഭർത്താവ് കരയുകയാ. എന്റെ ഭർത്താവിന് അല്ലാഹുവിനെ വല്ലാത്ത പേടിയായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് വല്ലാത്ത ഭയമായിരുന്നടോ. അല്ലാഹ് എന്ന് പറഞ്ഞ കരയുകയാ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ.
അല്ല പറഞ്ഞ അടയാളം അതാണല്ലോ. അല്ല എന്ന് പറഞ്ഞാൽ വജിലത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കിടുകിടാ വിറയ്ക്കുകയാണ്, അവരുടെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, അവരുടെ കണ്ടടങ്ങൾ നിറയുകയാണ്. എന്റെ ഭർത്താവ് അല്ലാ എന്ന് പറഞ്ഞ പിന്നെ വെളുപ്പാകാലം വരെ ഉറങ്ങാറില്ല, അവിടെ ഇരുന്ന് കരയുകയാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ ചരിത്രമാണോ പറയുന്നത്? അല്ലാഹനെ വല്ലാതെ ഭയന്ന് ജീവിച്ചിരുന്ന മഹാനാ. പടച്ചവനെ വല്ലാത്ത